ഭരണനിർവഹണത്തിനായി പുതിയ 5 പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം തയ്യാറാക്കും. എല്ലാ വകുപ്പുകളുടെയും ജിയോ ടാഗ് ചെയ്യും. സർക്കാർ സ്ഥാപനങ്ങളുടെ ആസ്തി രജിസ്റ്റർ തയ്യാറാക്കും. കാലഹരണപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യും. നിക്ഷേപ അപേക്ഷകളിൽ തീരുമാനം ലളിതമാക്കും. എന്നീ പരിഷ്കാരങ്ങളാണ് നടപ്പാക്കുന്നത്. ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുന്നതിന് 5 കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്ന്, ഒരു സ്പെഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഫോർ അഡ്മിനിസ്ട്രേഷൻ, ട്രാക്കിംഗ് ആൻഡ് ഹാർമണൈസേഷൻ പോർട്ടൽ. അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ്. പ്ലാൻ സ്പേസ് 2 അതൊരു പ്രോജക്റ്റ് രജിസ്റ്ററാണ്. അതായത് എല്ലാ വകുപ്പുകളും അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികൾ, അതായത് ക്യാപിറ്റൽ പ്രോജക്ട്സ്, അതെല്ലാം ജിയോ ടാഗ് ചെയ്യും. അതിന് ഒരു GIS അധിഷ്ഠിത പ്രോജക്റ്റ് രജിസ്റ്റർ മൊഡ്യൂൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പ്ലാൻ സ്പേസ് 2 പ്ലാറ്റ്ഫോം വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു രജിസ്ട്രി, ഒരു അസറ്റ് രജിസ്റ്റർ. 591 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സർക്കാരിൻ്റെ കീഴിൽ. ഏകദേശം 19,000 കോടിയോളം രൂപയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് പോകുന്നത്. പലതും പല കാലത്ത് രൂപീകരിച്ച സ്ഥാപനങ്ങളാണ്. കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിൻ്റെ ഭേദഗതിയും മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ്സ് പരിഷ്കാരങ്ങൾ. അതായത് ബിസിനസ്സുകൾ ആയിട്ട് വരുന്നവരൊക്കെ കേരള സർക്കാരുമായി നടത്തുന്ന ഇടപെടലുകളിൽ ലളിതമാക്കുന്നതിനായിട്ട് നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിപാടിയാണ്.